നമസ്കാരമുണ്ട്. ഞാൻ അഭിജിത്ത് പോലുവളപ്പില്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതായത് ഈ സംഭവം അൺബോക്സിംഗ് ആണ് കേട്ടോ. അല്ല, ഇത് ഇത്രയും വലിപ്പമുള്ള റേറ്റാണ്. എല്ലാവർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോ നമുക്കിത് ഒന്ന് തുറന്നു കണ്ടാലോ എന്താ സംഭവം. ഇത് കാണാൻ വളരെ സിമ്പിളാണ്. ചെറിയൊരു ബോക്സ് ആണ്. എന്താ പറയാ, ഒരു മൾട്ടിപർപ്പസ് ടേബിൾ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇങ്ങനെ ഒരു ബോക്സിന്റെ ഉള്ളിൽ, ഇത്രയും വന്നൊരു ബോക്സിന്റെ ഉള്ളിൽ ഒരു ടേബിൾ വരുമോ എന്നുള്ളത്. അപ്പൊ നമുക്കതൊന്ന് കാണാം. അതായത് ഔട്ട്ഡോർ ഇൻഡോർ ഒരുപോലെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ടേബിളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിത് വീട്ടില് ചെറിയ ചെറിയ ആവശ്യത്തിന് വേണ്ടി മേടിച്ചൊരു ടേബിളാണ് കേട്ടോ. അപ്പോ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. സംഭവം നല്ല ഉപകാരപ്രദമായൊരു സംഭവമാണ്. ഇത് വേണ്ട, ഇത്രയുള്ള ടേബിൾ ഒരു സ്യൂട്ട് കേസ് പോലെയാണ് വരുന്നത്. ഇതിനൊരു പിടുത്തം ഉണ്ട് ഇവിടെ. അപ്പൊ ഈ പിടുത്തത്തിലാണ് നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുക. ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് എങ്ങോട്ട് വേണമെങ്കിൽ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഇത്. കണ്ടാ, ഈ വലിപ്പത്തിലാണ് ടേബിൾ ഉള്ളത്. ഒരു ടേബിൾ ഇത്രയും വലിപ്പത്തിൽ വരാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ സംഭവം എന്താ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഉപയോഗങ്ങളും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകട്ടോ. ഇതിന്റെ ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. ഫുൾ അലുമിനിയം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ഈ വെയിറ്റില് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം, എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അത്രയും നല്ല ഉപകാരപ്രദമായിട്ടൊരു സാധനം കേട്ടോ. ഇത് ചെറിയ ചെറിയ ലോക്ക് സിസ്റ്റത്തിൽ കൂടെയാണ് ഇത് ബലപ്പെടുത്തുക, അല്ലെങ്കിൽ ഇതിന് തീരെ ബലം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ സൂട്ട് കേസ് ആണ് തുറക്കുന്നത്. ഇതിന് രണ്ട് ലോക്ക് സിസ്റ്റം ഉണ്ട്. ഇവിടെ രണ്ട് ലോക്ക് സിസ്റ്റം ഉണ്ട്. ഇത് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിന്റെ അകംവശം കാണാം. ഇത് വേണ്ട. അപ്പൊ ഇതിന്റെ ഉൾവശം കണ്ട, ഇതിന്റെ ഉൾവശം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതില് നമുക്ക് അലുമിനിയത്തിന്റെ ഒരു കാലാണ് ഇത്. ഇതിനുള്ള ലെഗ് സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് ഒരു 4 ചെയർ ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ. ഈ ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കണ്ടു കഴിഞ്ഞാൽ തീരെ ചെറിയ സംഭവം ചെയറാണ്. പക്ഷെ നല്ല ഉപകാരപ്രദമാണ്. അത്യാവശ്യം ബലമുണ്ട്. വലിയ ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാം. കണ്ട, ഈസി ആയിട്ട് ഇത് ചെയർ നമ്മൾ സെറ്റ് ചെയ്തു. ഇത് ഇരിക്കണമെങ്കിൽ നമുക്കിത് വെച്ചു സുഖമായിട്ട് ഇത് ഇരുന്നു. നമുക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമില്ല. ക്വാളിറ്റി ഉള്ള ഒരു ചെയറാണ്. ഇനിയിപ്പോ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് ഫോൾഡ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാനും പറ്റും കേട്ടോ. അത്ര സിമ്പിൾ ചെയറാണ്. ഇവിടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മളിത് ഇങ്ങനെ കയറിയിരിക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ 4 ചെയറാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഒന്ന്, രണ്ടാമത്തെ ചെയർ, മൂന്നാമത്തെ, 4 ചെയർ. അപ്പൊ ഇങ്ങനെ 4 ചെയറാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ടേബിളിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ടേബിള് ഉറപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് കാണാം കേട്ടോ. ചെയർ തൽക്കാലം സൈഡിലിരിക്കട്ടെ. ഇതിന് വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ലെഗ് ആണുള്ളത്. അഡ്ജസ്റ്റബിൾ ലെഗ് എന്ന് പറഞ്ഞാൽ 2 സൈസിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. 2 ബട്ടൺസുകൾ കണ്ട, ഇതാണ് നമ്മുടെ ലെഗിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ബട്ടണുകൾ കേട്ടോ. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ലെഗിനൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും കേട്ടോ. പ്രസ് ചെയ്തിട്ട് 2 ഭാഗവും ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ സൈഡും നമ്മൾ പ്രസ് ചെയ്യാണ്. കണ്ട, പ്രസ് ചെയ്തു. ഈ സൈഡും പ്രസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ടേബിൾ ഒന്ന് സ്ട്രെയിറ്റ് ആക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബെൻഡ് കാണാം. ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് സ്ട്രെയിറ്റ് ആയി കിട്ടും. അപ്പൊ ടേബിൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വലിയവർക്കൊക്കെ ഇരിക്കണമെങ്കിൽ ഇപ്പൊ ഈ ഹൈറ്റ് നമുക്ക് സെറ്റ് ആവില്ല. വലിയ ആൾക്കാർക്ക് ഇത് ഇത്രയും ഹൈറ്റ് ആണ് നമുക്ക് കിട്ടുള്ളൂ. ഈ ഹൈറ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഈ ലെഗിന് ഒരു ഹൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് ഇതിന്റെ ഹൈറ്റ് നമുക്ക് 2 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പൊ ഇത് വന്നിട്ട് ഏറ്റവും ലോവർ ആണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ താഴെ 4 പേർക്ക് ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറുതിൽ നമുക്ക് ചെയ്യാം. അതല്ല, കംഫർട്ടബിൾ ആയിട്ടൊരു ടേബിളും ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേബിൾ കുറച്ച് ഹൈറ്റ് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പൊ അത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇവിടെ 2 ബട്ടൺസുകൾ ഉണ്ട്. നമ്മൾ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു 2 ബട്ടൺസ് കാണാം. അതൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്ത് വെക്കുക. ഈ ടേബിളിന്റെ ഹൈറ്റ് കണ്ട, ഇത് ലോവർ സൈഡ്, ഇത് ഹയർ സൈഡ്. നമുക്ക് ഇത്രയും ഹൈറ്റിലേക്ക് ഈ ടേബിൾ മാറ്റിയെടുക്കാം. അപ്പോ നമ്മൾ ഈ ഹൈറ്റിലേക്ക് ടേബിൾ മാറ്റിയെടുക്കുമ്പോൾ ഒരാൾക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം, കൈ വെച്ചിരിക്കാം. ഒരു ഹൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് മറ്റു സൈഡും കൂടി ഒന്ന് ഹൈറ്റ് ആക്കി എടുക്കാം. ഇപ്പൊ
ഇപ്പൊ വന്നിട്ട് നമ്മുടെ ടേബിള് അത്യാവശ്യം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കൂടിയ ഹൈറ്റിലേക്ക് ടേബിള് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ടേബിള് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ടേബിളിന്റെ കംഫർട്ട് കണ്ട ഇത്രയും നല്ല സുഖമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാനും പറ്റുന്ന ഒരു ടേബിളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഔട്ട്ഡോർ യൂസ്. ഔട്ട്ഡോറിനും ഇതുപോലെ തന്നെ നമുക്ക് കാറിലൊക്കെ വെച്ചത് സുഖമായിട്ട് കൊണ്ടുപോകാം. ടെന്റിങ് പർപ്പസ് ആയിക്കോട്ടെ, ക്യാമ്പിംഗ് പർപ്പസ് ആയിക്കോട്ടെ, അങ്ങനെ നിരവധി ഉപയോഗങ്ങൾക്ക്. പിന്നെ ഒന്ന് പുറത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വൈബ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ടേബിളിന്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല ബലവും കാര്യങ്ങളൊക്കെ ടേബിളിലുണ്ട്. പ്രസ് ചെയ്താലൊന്നും അനങ്ങുന്നില്ല. ഈവൺ ഈ സർഫസ് ആയിക്കോട്ടെ നല്ല ക്വാളിറ്റി ഉള്ള സർഫസ് ആണ്. എഡ്ജുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്ക് എന്ത് ഉപയോഗത്തിനും നല്ല പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാണാനും നമുക്ക് ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ട്. അതുപോലെ 4 ചെയറുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. 4 പേർക്ക് വട്ടട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ടേബിളിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതാണ് ഇതിന്റെ ഗുണം. കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, കാരണം മെറ്റീരിയൽ എല്ലാം നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ടൈപ്പ് മെറ്റീരിയലുകളാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വില എത്രത്തോളം ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ യൂസ്ഫുൾ ആണ്. നമുക്ക് മൾട്ടി പർപ്പസ് നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഔട്ട്ഡോർ ആയിക്കോട്ടെ, ഇൻഡോർ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ, ക്യാമ്പിങ്ങിനും മറ്റും ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ടേബിളൊക്കെ ഇട്ടിരുന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് ഇത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഞാൻ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് 6500 ആയി. അപ്പോൾ ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ഇത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്നുള്ളത്.